ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ഇന്ന് 3 പീസ് സെറ്റിന്റെ വീഡിയോ കാണിക്കാന്ന് വെച്ചിട്ട് ഇടയിൽ അങ്ങനെ ഒരു വീഡിയോ കാണിക്കേണ്ടല്ലോ. കാരണം എല്ലാവരും നമ്മളിപ്പം എയർലൈൻ ടോപ്സോ അല്ലെങ്കിൽ സ്ലിറ്റ് ടോപ്സോ മാത്രം കാണിക്കുമ്പോൾ എല്ലാവരും ദുപ്പട്ടയും 3 പീസ് ആയിട്ടുള്ളത് കാണിക്കാൻ പറയണോണ്ട് ഞാൻ കാണിക്കണേ. ഇപ്പൊ ഞാൻ വേറെ ഏതൊക്കെയാണ് തന്നെ ഒരു സാറ്റിൻ സിൽക്ക് സാറ്റിൻ ഓർഗൻസോ എന്നൊക്കെ പറയണ ഒരു സിൽക്കി മെറ്റീരിയൽ ആണ്. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ പ്യുവർ ടസറും അങ്ങനത്തേക്ക് ഇടുന്ന ആ ഒരു ഫീൽ തന്നെയാണ് ഇതിന്. ഇത് കണ്ടോ, ഇതിനകത്ത് ആ ഒരു സ്റ്റാൻഡേർഡ് ആ മെറ്റീരിയൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഓൾ ഓവർ ആ ഒരു എന്താ പറയുക ക്ലോസ് ആയിട്ട് കാണുമ്പോൾ ഫുൾ ഒരു പ്രിന്റ് ആണ് അതിനകത്ത് വരുന്നത്. ഡിജിറ്റൽ പ്രിന്റ് ഫുൾ വരുന്നുണ്ട്. ജസ്റ്റ് ഒരു യെല്ലോ ഇതല്ല. അപ്പോൾ ഇതിന്റെ തന്നെ 2 ഷെയ്ഡ് ഉണ്ട്. സെക്കൻഡ് ഷെയ്ഡ് ഞാൻ കാണിച്ചുതരാം. ഇതിപ്പോ ഞാൻ വേറെ ഇതേ കണ്ടത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലോട്ട് ഇതിന്റെ മുമ്പ് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ മെറ്റീരിയൽ സ്റ്റോക്ക് ഔട്ട് ആയതാണ്. ഇപ്പൊ നമുക്ക് ഇതിന്റെ കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഒരു മെറ്റീരിയലേ ഉള്ളൂ, അതും സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ഫോമിലാണ്. അത് നമ്മൾ റെഡിയാക്കി വെക്കുന്നതാണ് കേട്ടോ. ഇത് ഒരെണ്ണേ ഉള്ളൂ. ഇതിന്റെ കണ്ടോ ഈ ഫുള്ളി മിറേഴ്സ് വന്നിട്ട് ഈ ഒരു ഫാബ്രിക്കിലോട്ട് ഫോയിൽ മിറേഴ്സും നമ്മൾ ക്രോഷോ ലേസ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു യോക്കാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഞാൻ ആ ഫാബ്രിക്കിന്റെ ക്ലോസ് ആയിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതാ, നിങ്ങൾ ആ ഫാബ്രിക്കിന്റെ ടെക്സ്ചർ കണ്ടോ, ഇതുപോലെ ആ ഒരു പ്രിന്റ് ചെറിയൊരു പ്രിന്റ് ഓൾ ഓവർ പോയിട്ടുണ്ട്. അത് പോരാതെ വലിയ പ്രിന്റ് ആ ഒരു ഫ്ലവർ പോലെയുള്ളതും ഉണ്ട്. ക്ലോസ് ആയിട്ട് കണ്ടാൽ അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ്. അപ്പം ഇതിന്റെ എൻഡിലോട്ട് ഇതേപോലെ ഒരു ക്രോഷോ ലേസും ഇതേപോലെ എല്ലാം വെച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നമ്മൾ ഈ റെഡിമെയ്ഡ്സ് ചെയ്യുന്ന പോലെ അതേപോലെ തന്നെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എൻഡിലോട്ട് ബാക്കിൽ ബോർഡറും ഉണ്ട്. വിത്ത് ലൈനിങ് ആണ്, നമ്മൾ കോട്ടൺ ലൈനിങ് ആണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. അപ്പം ഇത് നമുക്ക് അപ് ടു ഒരു XL വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിന്റെ കണ്ടോ, ഇത് ഫസ്റ്റ് ഈ ഒരു കളർ ഇത് ഇതേപോലെ ഉണ്ടാവും, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട്. അപ്പൊ ഞാനിപ്പോ വേറെ ചെയ്തേക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഒരു പിസ്ത ഗ്രീനും ആ ഒരു ഷെയ്ഡ് വരുന്നില്ലേ. ദുപ്പട്ട വന്നിട്ട് ഇതേപോലെയാണ്, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ദുപ്പട്ട. നമുക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ബോട്ടം വന്നിട്ട് സാൻഡൂണിലുള്ള ഒരു ബോട്ടമാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അത് കുറച്ച് അയൺ ചെയ്തിട്ടുള്ള കേട്ടോ, ഫോൾഡ് ചെയ്തിരുന്നോണ്ട് ഇതേപോലെ. അപ്പം ഇതേപോലെ ടാസിൽസ് ഒക്കെ വന്നിട്ട് ഈ ഒരു പാറ്റേൺ. ഓക്കെ, അപ്പം ഫസ്റ്റ് കളർ ഞാൻ വേറെ ഇതേക്കുന്ന ഇതും. സെക്കൻഡ് കളർ ഇതിന്റെ സാൻഡൂൺ ബോട്ടം. ഇത് നല്ല പ്യുവർ സാൻഡൂൺ ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ ഫോൾഡിങ് ഭയങ്കര സോഫ്റ്റ് ആണ്. അതുകൊണ്ടാണ് ആ ഫോൾഡിങ്ങിൽ അത് വരുന്നത്. അതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇതേപോലെയാണ്. കണ്ടോ, നല്ല രസമാണ് കേട്ടോ. ശരിക്കും ഒരു ടസർ സിൽക്ക് കുർത്തിയുടെ മാതിരി തന്നെ ഉണ്ട്. ഇത് കണ്ടോ ഇതേപോലെ. അപ്പം ഞാനത് ടോപ്പും ദുപ്പട്ടയും കൂടെ വെച്ച് കാണിച്ചു തരാം. ഞാനിപ്പം വേറെ ഇതേക്കണേന്റെ കളർ ചേഞ്ച് ആണ് ഇതേപോലെ. ഓക്കെ, 3 പീസ് സെറ്റ് ചോദിക്കുന്നവർക്ക് എല്ലാവരും നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. അതല്ലെങ്കിൽ ഇതുപോലെ 3 പീസ് സെറ്റ് ആയിട്ട് ഇതേപോലെ ഉണ്ടാവും. നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് ഇതേപോലെ. ഓക്കെ, ഇതാണ്. ഇത് വന്നിട്ട് ഇതൊക്കെ ഉണ്ടോ, ക്രോഷോ ലേസും ഇതേപോലെ തന്നെ പേൾസ് ഒക്കെ വെച്ചിട്ട് ചെറിയ പേൾസും അതെല്ലാം വെച്ചിട്ട് ഒരു നല്ലൊരു വി നെക്കിലോട്ടാണ് കേട്ടോ. ഇത് ഭയങ്കര ഭംഗിയാണ് ഈ ഫാബ്രിക്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. ഇത് കണ്ടോ, ഈ ഫാബ്രിക്കിന്റെ ക്ലോസ് ആയിട്ട് നിങ്ങൾ നോക്കി കണ്ടോ, ഇതുപോലെയാണ് അതിന്റെ കളറൊക്കെ. ഒരു ഗ്രീൻ ഷെയ്ഡും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്നുണ്ടോ. ഇതുപോലെ ചെറിയ ഒരു പ്രിന്റ് പോലെ അതിന്റെ ഓൾ ഓവർ അതിന്റെ ഉള്ളിൽ കൂടെയും പോയിട്ടുണ്ട്. അപ്പം ഈ ഫാബ്രിക് ഇത് ഇതേപോലെ ഉണ്ട്. അതിന്റെ എൻഡിലും ഉണ്ട് ഒരു ലേസ് പാറ്റേൺ വന്നിട്ട്. ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇതും സാൻഡൂൺ, പ്യുവർ സാൻഡൂണിലേക്കാണ് വിത്ത് 2 സൈഡ് ഇലാസ്റ്റിക്. നിങ്ങൾക്ക് ഇതിന് അൺസ്റ്റിച്ചഡ് വേണമെന്നുണ്ടെങ്കിൽ അതും ഉണ്ട് കേട്ടോ. മെറ്റീരിയൽ ആയിട്ട് വേണമെങ്കിൽ അതും തരാം, സ്റ്റിച്ചഡ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയുണ്ട്. അത് ലിമിറ്റഡേ ഉള്ളൂ, അൺസ്റ്റിച്ചഡ് ആണ്. ഇതേപോലെ കണ്ടോ. ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇതുപോലെ ഇതുപോലെ ബാത്തിക് പ്രിന്റ് തന്നെ വന്നിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇതേപോലെ ദുപ്പട്ട ഇതേപോലെ കണ്ടോ. ബോട്ടം വേറെ ഇതൊന്നും ഉള്ളു, പ്ലെയിൻ ബോട്ടം ആണോ വരുന്നത്. ഇത് പാറ്റേൺ. ഓക്കെ, നല്ല ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന് ഫാബ്രിക് ആണ് കേട്ടോ. നല്ല രസമാണ്. സിമ്പിൾ ആയിട്ട് ഇങ്ങനത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ബെസ്റ്റ് ആണ്. ഇതിന്റെ ദുപ്പട്ട ഒരു ലിനൻ പോലെ തന്നെ 4 സൈഡിലോട്ടും ഒരു ചെറിയ ബോർഡർ ഒക്കെ വന്നിട്ട് ഇതുപോലെ എംബ്രോയിഡറി ഒക്കെ വന്നിട്ട് ഈ ഒരു പാറ്റേൺ. ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇതും ഒരു സെമി സിൽക്കാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കോട്ടൺ ആണ്, പ്യുവർ ജയ്പൂർ കോട്ടൺ ആണ്, വിത്ത് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ബോട്ടം പ്രിന്റഡ് ആയിട്ട് വരുന്നതാണ്. ഇതിനകത്തോട്ട് ഇത്രയും നമ്മൾ കണ്ടോ ഈ ഒരു വർക്ക്, ഹാൻഡ് വർക്ക് കൊടുത്തേക്കുന്ന കണ്ടോ. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഭയങ്കര തിക്കായിട്ടുള്ള വർക്കാണ് കേട്ടോ. കണ്ടോ ഇതുപോലെ ഒരു എന്താ പറയാ നല്ല പേൾ വെച്ചിട്ടുള്ള വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു നെക്കിലോട്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന് കോസ്റ്റ് വരുന്നതും. എന്നുവെച്ചാൽ നമ്മൾ നോർമൽ ഒരു കോട്ടണിലേക്ക് കൊടുത്തേക്കുന്ന വർക്കല്ല അത്. ഇതാണ് അതിന്റെ നല്ല ഭംഗിയുള്ള ഫാബ്രിക്, പ്യുവർ ജയ്പൂർ കോട്ടൺ ആണ്. അതിന്റെ ബോട്ടം വന്നിട്ട് ഇതേപോലെ പ്രിന്റഡ് ആയിട്ട് തന്നെ നല്ല പലാസോ ബോട്ടം ആണ് കണ്ടോ. പ്രിന്റഡ് പലാസോ ബോട്ടം ആണ്. ദുപ്പട്ട വന്നിട്ട് ഇത് ഫുള്ളി ആപ്ലിക് വർക്ക് ആണ്.
കണ്ടോ, ഈ ദുപ്പട്ടയിലോട്ട് കൊടുത്തേക്കുന്ന ഫുൾ ആപ്ലിക് വർക്ക് ആണ്. ഇതേപോലെ ഈ ഒരു ആപ്ലിക് വർക്ക് കൊടുത്തിട്ടുണ്ട്, ഇതുപോലെ കണ്ടോ. അപ്പോൾ ടോപ്പ് ബോട്ടം ദുപ്പട്ട നല്ലൊരു സെറ്റാണ് കേട്ടോ. ഇത് 3 പീസ് സെറ്റായിട്ട് ഇതേപോലെ വരും. ഓക്കെ, അതിന്റെ എൻഡിലോട്ടും ഇതേപോലെ ക്രോഷോ ലേസ് ഓൾ ഓവർ കൊടുത്തിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ. അപ്പോൾ ഈ ഒരു ടോപ്പ് ദുപ്പട്ട ഇതേപോലെ ആയിരിക്കും, നല്ല സ്റ്റൈലായിട്ട് ഇതേപോലെ സെയിം പ്രിന്റ് വരുന്ന പലാസോയും ഒരു ദുപ്പട്ടയൊക്കെ പെയർ ചെയ്യുമ്പോൾ നമുക്കൊരു നല്ല സ്റ്റൈലായിട്ട് ഇത് പെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, ഇതിന്റെ നെക്കെല്ലാം ഈ ഒരു ബാക്ക് ദുപ്പട്ട ഇതേപോലെ ആയിരിക്കും, നല്ല രസമാണ് ടോപ്പ്. നിൽക്കുന്നത് ഇതാണ് ആ ദുപ്പട്ടയിലേക്ക് കൊടുത്തേക്കുന്ന വർക്ക്. അതും മൊത്തം ഇത്രയും ഫാബ്രിക്കിലോട്ട് ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഇതേപോലെ ഇതിന്റെ പ്രിന്റ് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇതാണ് അതിന്റെ പ്രിന്റ് വരുന്നത് കണ്ടോ, ഇതുപോലെ. അതിന്റെ നെക്കിലോട്ട് ക്രോഷോ ലേസ് വെച്ചിട്ടുണ്ട്. വിത്ത് ലൈനിങ് ആണ് ഇതും ചെയ്തേക്കുന്നത്. യെസ്, വിത്ത് ലൈനിങ് ആണ് ചെയ്തേക്കുന്നത്. ഇതിന്റെ എൻഡിൽ ഒരു ടാസൽസ് ഉണ്ടോ, ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ദുപ്പട്ട വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ ഫുൾ ഒരു ത്രെഡ് വർക്ക് വരുന്ന കണ്ടോ. ബോട്ടം വന്നിട്ട് ബ്ലാക്ക് ആണ് കേട്ടോ. നല്ലതാണ്. ഇത് ലിമിറ്റഡേ ഉള്ളൂ. ഇത് ഇതുപോലെ ഉണ്ടാവും. ഈ ഒരു ലുക്കായിരിക്കും ഇതിന് വരുന്ന ടോപ്പ് ദുപ്പട്ട ബോട്ടം 3 പീസ് സെറ്റ്. ഇതേപോലെ കുറച്ചും കൂടെ കയറ്റി വെച്ചിട്ട് കാണിക്കാം. ഇതുപോലെ ഉണ്ടാവും കണ്ടോ, ഇതുപോലെ. ഓക്കെ, ഈ ഒരു ലുക്ക്. അതിന്റെ എൻഡിലോട്ട് ഇതേപോലെ ഒരു പാകിസ്ഥാനി കൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ അങ്ങനത്തെ കുർത്തീസിന് വരില്ല, ഇതുപോലെ ലേസ് ഒക്കെ വന്നിട്ട് എൻഡില് ഇതേപോലെ ലേസ് ഉണ്ട്. കാണിച്ചത് ബ്ലാക്ക് ആണ്, അതിന്റെ തന്നെ ബ്ലൂ ആണ് കേട്ടോ. ഇത് സെയിം തന്നെ ബ്ലൂ വരുന്നതാണ്. ഇതേപോലെ ബ്ലൂ ഇതേപോലെ ഇതിന്റെ ഇടയിൽ കൂടെ ഒരു ക്രോഷോ ലേസ് പോയിട്ടുണ്ട് കണ്ടോ. രണ്ട് സൈഡിൽ കൂടെയും ക്രോഷോ ലേസ് വന്നിട്ടുണ്ട് ഇതേപോലെ കണ്ടോ, നല്ല ഭംഗിയാട്ടോ. അതുപോലെ ഇതിന്റെ ഷോള് വരുന്ന ദുപ്പട്ട വന്നിട്ട് ഇതേപോലെ ഉണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ട് ഈ ഒരു ഇതിനകത്തോട്ട് ഇതിന്റെ മെന്റില് വരുന്നുണ്ട് കണ്ടോ, ഇതുപോലെ ഉണ്ട്. ഓക്കെ, വിത്ത് ലൈനിങ് ആണ്. ബ്ലൂ ഇതേപോലെയാണ്. ബ്ലൂയുടെ ലുക്ക് വരുമ്പോൾ ഈ ഒരു ലുക്ക് ആയിരിക്കും. ഓക്കെ, ഇതുപോലെ നല്ല രസമാണ് കേട്ടോ. ഇതുപോലെ ആയിരിക്കും. സെയിം തന്നെ ദുപ്പട്ടയും എല്ലാം സെയിം തന്നെ. ബ്ലൂ ബോട്ടം. ബ്ലാക്കിന്റെ ലുക്ക് ഇതേപോലെ ആട്ടോ, നല്ല രസമാണ്. സിമ്പിൾ ആയിട്ട് നല്ല ഫുൾ ത്രെഡ്, ഇത് ത്രെഡ് ഓണുള്ള എംബ്രോയിഡറി ആണ് കേട്ടോ ഇതിനകത്ത് കാണുന്നത്. എന്നിട്ട് ഇതേപോലെ എൻഡിൽ ക്രോഷോ ലേസ് ഒക്കെ ആയിട്ട് ഈ ഒരു ബ്ലാക്ക്, ഇത് ബ്ലാക്ക് ഇതിന്റെ ബ്ലൂ ഞാനുള്ളവർക്ക് ഈ പോച്ചമ്പള്ളി ഡിസൈൻസ് ഒക്കെ വരുന്നില്ലേ, അതുപോലെ ഇതാണ്. ഇതിന്റെ എൻഡില് ഈ വർക്ക് ശരിക്കും കാണിച്ചു തരാം ഞാൻ. കട്ട് വർക്കായിട്ട് നല്ല രസമാട്ടോ. ഇതിന് എൻഡിലോട്ട് കണ്ടോ ഒരു കട്ട് വർക്ക് വന്നേക്കുന്നുണ്ടോ, അതിനകത്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ. അതുകൊണ്ട് തന്നെയാണ് അത് വ്യത്യാസമായിട്ടൊരു വെറൈറ്റി ആണത്. ഈ ഇതുപോലെ ഈ പ്രിന്റ് വന്നിട്ട് ഇതാണ് കണ്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഇതിന് ചുമ്മാ ഒരു റൗണ്ട് ആയിട്ടുള്ള നെക്കാ വെച്ചിട്ടുള്ളൂ. ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇതുപോലെ തന്നെ സാൻഡോണിലെ ബോട്ടം ആണ്. നല്ല ഒരു സിൽക്കി ബോട്ടം ആണ് കേട്ടോ. ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ലൈറ്റ് പിങ്ക് ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇതുപോലെ നല്ല ഫ്ലോറലായിട്ട് അടിപൊളി കണ്ടോ. ഇതുപോലെയുള്ളൊരു ദുപ്പട്ടയാണ് ഇനി വന്നിരിക്കുന്നത്. ഇതും അൺസ്റ്റിച്ചഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുണ്ട്, സ്റ്റിച്ചഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്ത ഒരു പാറ്റേൺ ആയിരിക്കും. ഈ ഒരു പാറ്റേൺ ഇതേപോലെ കണ്ടോ, ടോപ്പ് ബോട്ടം ദുപ്പട്ട വേറെ ചെയ്യുമ്പോൾ ഈ ഒരു ലുക്ക് ആയിരിക്കും. എൻഡിലോട്ട് ആ ബോർഡർ ഒക്കെ കണ്ടോ, നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കാണ് കേട്ടോ. ഈ ഒരു ലുക്ക് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ കാണിച്ചതിന്റെ തന്നെ ഗ്രീൻ ആണ് ഈ വന്നേക്കുന്നത്. നല്ലൊരു റെയർ ഷെയ്ഡാണ് കേട്ടോ. ഇതും വിത്ത് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത്. ഇതുപോലെ ഉണ്ടാവും അതിന്റെ വർക്ക് കണ്ടോ. അതിൽ സീക്വൻസും ചെറിയ ത്രെഡ് വെച്ചിട്ടൊക്കെ ഉള്ള വർക്ക് കൊടുത്തിട്ടുണ്ട്. ഓൾ ഓവർ കണ്ടോ, കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇതുപോലെ ഉണ്ടാവും. ഇതുണ്ടോ, ഇതുപോലെയാണ് അതിന്റെ ദുപ്പട്ട. നല്ല രസമാണ്. ബോട്ടം വന്നിട്ട് ഇതൊരു സിൽക്കി ബോട്ടം ആണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാവും ടോപ്പ് ബോട്ടം ദുപ്പട്ട. കണ്ടോ, ഇതുപോലെ നല്ല രസം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മള് ചുമ്മാ ഒരു നോർമൽ റൗണ്ട് നെക്ക് ഒക്കെ വെച്ചിട്ട് കുർത്തി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നെക്ക് പാറ്റേൺ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ആ എൻഡിലേക്കുള്ള ആ വർക്ക് കണ്ടോ, അതൊക്കെയാണ് അതിന്റെ ഒരു ഭംഗി. ഇതുപോലെ ഒരു പെൻസിൽ ബോട്ടം. ഓക്കെ, ഓർഗൻസ ഫാബ്രിക് ആണ് ഇതുപോലെ വന്നേക്കുന്നത്. ഇതിനകത്തോട്ട് ഫുൾ ത്രെഡ് വർക്ക് ആയിട്ട് ഈ ഒരു പാറ്റേൺ. ഇതിന്റെയും വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇതൊറ്റ പീസേ ഉള്ളൂ. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡാട്ടോ, അത്ര ഫെമിലിയർ അല്ലാത്തൊരു ഷെയ്ഡാണ്. ഇതുപോലെ ഫുൾ ത്രെഡ് വർക്കാണ്. ഇതിൽ ഫുൾ ദുപ്പട്ട ത്രെഡാണ് കണ്ടോ.
നല്ല രസമായിട്ട് ഓൾ ഓവർ വർക്കാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇതുപോലെ സ്കാൽപ്പ് വർക്കും കൊടുത്തിട്ട്, സോറി, ക്രോഷോ ലേസ് കൊടുത്തിട്ടുണ്ട്. ക്രോഷോ ലേസ് അല്ല, ലേസ്. അത് ദുപ്പട്ടയുടെ എൻഡിലോട്ട് ഇതേപോലെ സ്കാൽപ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ, രണ്ട് സൈഡ്. നമുക്കൊരു ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ അടിപൊളിയാണ്. ഇതുപോലെ കണ്ടോ, ടോപ്പ്, ദുപ്പട്ട, ബോട്ടം വന്നിട്ട് ഇതും സിൽക്കിന്റെ ഒരു സെമി സിൽക്ക് ബോട്ടമാണ് കേട്ടോ. ഇതുപോലെ ഈ ഒരു പാറ്റേൺ ഇതേപോലെയാണ്. ശരിക്കും നമുക്കൊരു ടസർ സിൽക്ക് ഒക്കെ വെയർ ചെയ്യുന്ന ആ ഒരു ഫീലാണ് കേട്ടോ. ഇതുപോലെ കണ്ടോ, നല്ല അടിപൊളി ഫുള്ളി വർക്ക് വരുന്ന ഒരു ദുപ്പട്ട, നെക്ക് ഇതേപോലെ ഈ ഒരു പാറ്റേൺ ആണ്.